വെൽക്കം ടു യൂട്യൂബ് ചാനൽ നിയാഷിജു ഫാമിലി വ്ളോഗ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്ന് ഒരു സംഭവമുണ്ട്. നമ്മൾ ഇത് കണ്ടാൽ മനസ്സിലാവും, കുറേ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീട് മാറാൻ പോവാം. നമ്മൾ ഈ വീട്ടിനോട് വീട പറയുക, ബൈ ബൈ പറയുക. ഓക്കെ, നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറാൻ പോവാം. ഇത് വാടക വീടായിരുന്നു. നമ്മളിപ്പോൾ മാറാൻ പോകുന്ന വീടും വാടക വീടാട്ടോ. അപ്പോൾ നമ്മൾ കടയിന് തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അയച്ചതും പിന്നെ പോകുന്ന കാര്യം എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫിൽറ്റർ അയച്ചു, അല്ലേ ഫാൻ അയച്ചു. ഞാൻ ഇവിടെ കാര്യമാവുക അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടാത്ത സാധനങ്ങളാണ്, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കും. പിന്നെ എന്താ പറയുക, ഇനി ഫിൽറ്റർ അക്കൂരം കൊണ്ടുപോകണം, അതാണ് അതിൻ്റെ ടാസ്ക്. ഇയാൾ പിടിച്ചു വെച്ചിട്ട് കൊണ്ടുപോകണം. പിന്നെ ടി വി അയച്ചതാ, ടി വി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഫാൻ അയച്ചു. റൂമാണെങ്കിൽ എല്ലാ തുണി അമ്മമാർക്ക് എടുത്തു വെച്ചു. എന്താ പറയുക, എന്തോ പോലെ കാണുമ്പോൾ എല്ലാം ഇവിടുന്ന് പോവാണ്. നമ്മൾ 6 കൊല്ലമായി വീട്ടിൽ തന്നെ. അപ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ? കണ്ട മീനെല്ലാം ഇവിടെ ഉണ്ട്. മീൻ കുട്ടപ്പ പിടിച്ച് ഓസ്കാറിനെല്ലാം പിടിച്ച് വെക്കണം. ഇനി പെട്ടെന്ന് പിടിച്ചിട്ട് ഈ 2 ഫ്രിഡ്ജിന് വെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ സ്പേസ് ഒന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്രിഡ്ജിന് വെട്ടി എങ്ങനെയെങ്കിലും കപ്പയോട് പറഞ്ഞ് ഷോപ്പിംഗ് ആക്കിയിട്ട് കൊണ്ടുപോകണം. അത് നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങനത്തെ 2-3 മണിക്കണമെന്നുണ്ട്. നോക്കാം, നമുക്ക് മീനെ വെക്കാൻ സ്ഥലം ഓൾറെഡി ഇല്ല അവിടെ, ചെറിയ സ്പേസാണ്. നോക്കാം, എന്തായാലും നോക്കാം, നോക്കിയിട്ട് സെറ്റാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വീട് മാറാൻ പോലെ അല്ലേ? അതാണ് 5-6 വർഷമായില്ലേ? 6 വർഷമായി. സ്വന്തമാകണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം അവർ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. പ്രാർത്ഥിക്കാം. എല്ലാ ഫോട്ടോ ആറ്റിൻ്റെ കല്യാണത്തിൻ്റെ ആൽബം എടുത്തു പെട്ടി. ഇത് ഒഴിവാക്കില്ല അമ്മ, നമ്മളിതെല്ലാം ഒഴിവാക്കും. കുറേ സാധനം കാറിലും കയറ്റി, കണ്ടില്ലേ? തുണികളും ചില കുഞ്ഞു സാധനങ്ങളൊക്കെ, പിന്നെ ഫാന്, അങ്ങനെ ഫിൽറ്റർ എല്ലാം കാറിൽ കയറ്റി കൊണ്ടുപോകാം. കാറിൻ്റെ ഇടം ആകുന്നുണ്ട്. പിന്നെന്താ പറയുക, മീനിനെ ലാസ്റ്റ് കൊണ്ടുപോകാൻ തീരുമാനിച്ച് ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ സമയം പോലെ നമുക്ക് സെറ്റാക്കാം. ഇത് പിന്നെ സെറ്റാക്കണം പെട്ടെന്ന്, കണ്ടില്ലേ? പിന്നെന്താ പറയുക, ഇതൊക്കെ എടുക്കണം. പിന്നെ കട്ടിലാണ് മുകളിൽ ഊരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ സെറ്റാക്കി കാണിച്ചിട്ടാണ്. ഓക്കെ, വണ്ടി വരാണ്ട്, ഒരു വണ്ടിയും കൂടി വലിയ വണ്ടി വരാണ്ട്, എന്നിട്ട് അതിലെല്ലാം സാധനം കയറ്റിക്കൊണ്ട് പോകാനാണ് പ്ലാൻ. വയസ്സ് നമ്മളാണ് പത്തലും ചിക്കൻ കറി കഴിക്കുക. അമ്മമ്മ പറയുന്നുണ്ട് ഇവിടുത്തെ ലാസ്റ്റത്തെ വീട് എന്തമ്മ ഭക്ഷണം കഴിക്കില്ലേ, അതാണ് ഇവിടുത്തെ ഈ വീട്ടിലത്തെ. അത് ഉദാഹരണം അങ്ങനെ ചിലപ്പോൾ കഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഓക്കെ, കുറേ കട്ടിലൊക്കെ നമ്മൾ ഇതിലേക്ക് കൂടി ഇറക്കുന്നുണ്ട്. കൂടി പണിയാണ്. ഇപ്പോൾ കൊണ്ടുപോകാം കേട്ടോ. സപ്പോർട്ടന്മാരെ ശീലാക്കും അറിയില്ല വിചാരിക്കുന്ന. നല്ല ഗൈസ്, നല്ല പണിയുണ്ട്. 2ാമത്തെ ട്രിപ്പും കൂടിയാണ് കയറ്റുന്നത്. എന്താ പറയുക, ഒരുപാട് സാധനങ്ങളുണ്ട്, കുറേയൊക്കെ ഒഴിവാക്കി കൊണ്ട്. അങ്ങനെ ഇത് അമ്മേൻ്റെ അപ്പേൻ്റെ റൂമായിരുന്നു കേട്ടോ. എക്കോ അടിക്കുന്നുണ്ടല്ലോ, സാധനമൊന്നും ഇല്ലല്ലോ. ഫോട്ടോസ് എടുക്കണം, എന്താ പോലെ ഫീല്. കണ്ടില്ല, എല്ലാം എടുത്തുകൊണ്ട് ഇതാ ഈ കസാര നമ്മളെ റൂം. സ്റ്റിക്കർ കുറച്ച് അങ്ങോട്ട് ഒട്ടിക്കണം, അത് കൊണ്ടുപോകാൻ പണിയായിരിക്കും. എന്താ പറയുക, അങ്ങനെ ഈ റൂമിനോട് വീട പറയുക. എന്താ പറയുക, ഈ റൂമിൽ നിന്ന് എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നത്. പുതിയ റൂം കിട്ടി, ഇത്ര വലിയ റൂമല്ലെങ്കിലും ചെറിയ റൂമേ കാണിച്ചതാണ്. ഓക്കെ, എന്താ പറയുക, ഇത് വേറെ റൂമാണ്. തുണികളൊക്കെ എടുക്കാനുണ്ട്. ഇവിടെ ഉണ്ട് കട്ടിലൊക്കെ കൊണ്ടുപോയി. മൃദു വന്നിട്ടുണ്ടായി, നമ്മൾ പോകുന്ന കണ്ടിട്ട്. മൃദു എന്താ പറയാനല്ലേ? ഞാൻ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ കാണാത്ത കുറേ ഇപ്പോൾ കണ്ടത്. സങ്കടമാണോ വിഷമാണോ? അല്ല, സങ്കടമാണോ സന്തോഷമാണോ? സങ്കടം. ഓക്കെ, അവിടെ ചെന്നിട്ട് നീ അങ്ങോട്ട് വാ കേട്ടോ. ഓക്കെ, നമ്മൾ ഓസ്കാറിനതാ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ. ഓസ്കാറിന് ഫസ്റ്റ് കൊണ്ടുപോകാം, പിന്നെ ഇതിനൊക്കെ നാളെ കൊണ്ടുപോകാനാണ് പ്ലാൻ. ഓക്കെ, അങ്ങനെ വീട് മൊത്തം കാലിയായി. പിന്നെ ഇത് കുറച്ച് കുപ്പിയുണ്ട്, അതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അവിടെയാണ് ഇഷ്ടംപോലെ ചെടികളുണ്ട്. പിന്നെ മിസ് ചെയ്യുന്ന ഈ വീട് സത്യം പറയാമല്ലോ, ഒരുപാട് ഓർമ്മകളുള്ള വീടാണ്. എന്ത് പറയാനാണ്, പറ്റില്ല, കൊണ്ടുപോയൊരു സമയത്ത് പോകണം. അങ്ങനെ പോവാണ് നമ്മൾ പുതിയ വാടക വീട്ടിലേക്ക്. ഓക്കെ, യെസ്, നമ്മളങ്ങനെ എത്തിയിട്ടോ. ഇതാണ് നമ്മൾ പുതിയ താമസിക്കാൻ പോകുന്ന വീട് കേട്ടോ. അങ്ങനെ പെട്ടി കയറ്റുക, അലമാരി. ഓക്കെ,
അമ്മ പറയുന്നത് എവിടെ നിന്ന് തുടങ്ങേണ്ട ചോദിക്കുന്നത്. അതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കിച്ചണാട്ടോ. ഇതിപ്പോൾ കൂട്ടി കിട്ടിയതാണ് അവർ. ഇവിടെ ആയിട്ട് ഇവിടെ ഒരു കിച്ചണുണ്ട്, 2 കിച്ചണായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റൂമിൽ കൊണ്ട് സെറ്റാക്കണം. എല്ലാം ഒക്കെ ആക്കി കാണിച്ചു തരാം, നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അമ്മയാണ് ഇവിടെ ഉണ്ട്. എല്ലാം അമ്മ ഓക്കെ ആയില്ലെല്ലാം? കുറച്ചും കൂടി സെറ്റ് ആക്കാണ്ട് കണ്ടില്ലേ. ഇതാ സ്റ്റോറും പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മയാണ് ഇവിടെ ഉണ്ട്. ഇതാ മണിക്കുട്ടി വിളിച്ചോണ്ടിരിക്കും. മണിക്കുട്ടിക്കാണ് ഇപ്പൊ ഭയങ്കര ഹാപ്പി. കണ്ടില്ലേ, മണിക്കുട്ടിക്ക് പുതിയൊരു കൂടൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ഫിഞ്ചസിന്റെ കൂടാണ്. നല്ല അവർക്ക് നല്ല പണി നടന്ന് കളിക്കാം. ഓക്കെ, കൂടുണ്ട്. ഇത് സെക്കൻഡ് കിച്ചൺ. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റേ കിച്ചൺ ഗസ്റ്റ് ഇപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു. എന്താ പറയുക, നമ്മൾ ടി വി കണ്ടിങ്ങനെ ഇരുന്നു ചില്ലടിച്ചു എന്ന് പറയാം. രസമുണ്ടായിരുന്നു എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ടി വി കാണുന്ന ഫുഡ് കഴിക്കുന്നത്. അപ്പയാണ് അൽഫാമും പിന്നെ ചിക്കൻ കറിയും പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി കഴിച്ചു. പിന്നെ എന്താ പറയുക, അഡ്വർടൈസ്ഡൊക്കെ അങ്ങനെ ഇന്നലത്തെ പീരീഡിലും കഴിഞ്ഞ് നമ്മൾ സെറ്റായി, വീട് സെറ്റായിട്ടോ. അപ്പോൾ ആൻറ്റിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ 2 വീഡിയോ ആണ് അത് രണ്ടും. പിന്നെന്താ പറയുക, ഞാൻ നോക്കിയപ്പോൾ റൂം അധികം കാണിച്ചില്ല. അപ്പോൾ ഇതും കൂടെ എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, ഞാൻ ശരിക്കും ഈ വീട് ശരിക്കും കാണിക്കാം. പിന്നെ കൂടുതൽ എന്നോട് പറഞ്ഞു, കുറച്ച് പേര് പറഞ്ഞു ഒരു ഹോം ടൂർ വേണം, ഹോം ടൂർ വേണം. ഓക്കെ, പുതിയ വീട്ടിലേക്ക് വന്നു. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, സെറ്റാക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസൊക്കെ ഇത് രണ്ടും ഇവിടെ ആയിരിക്കും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ സ്റ്റെപ്പിലൊക്കെ പ്ലാൻ ഉണ്ട്. ഇതാണ് എന്താ പറയുക, ടി വിൻ്റെ ഏരിയ. ഭംഗി ഗൂഗിൾ ടി വി ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വലിയ ടി വി തന്നെയാണ്, കുഴപ്പമില്ല. പിന്നെ വൈഫൈ ഉണ്ട്, പിന്നെ ക്യാമറ, CCTV ക്യാമറ ഉണ്ട്. പിന്നെ എന്താ പറയുക, ട്യൂബ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഫോട്ടോസൊക്കെ തൽക്കാലത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്റ്റെപ്പിൽ വെക്കാൻ പ്ലാനുണ്ട്. ടോട്ടൽ 3 ക്യാമറയാണ് ഉള്ളത്. കണ്ടില്ലേ, പിന്നെ എന്താ പറയുക, വലിയ നമുക്ക് ടേബിളുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 12 പേർക്ക് മിനിമം ഇരിക്കാം. ഇത് അമ്മമ്മേൻ്റെയും പപ്പേൻ്റെ റൂമാട്ടോ. ഇത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് സെറ്റാണ്. അടിപൊളി റൂമാണ്. പിന്നെ ബാത്റൂം അത്യാവശ്യം വലിയ ബാത്റൂം, കുഴപ്പമില്ലാത്ത ബാത്റൂമാട്ടോ, നല്ല ബാത്റൂമാണ്. അങ്ങനെയാണ് ഇത് അമ്മമ്മേനും പപ്പേനും. കുറച്ച് സാധനങ്ങൾ സെറ്റാക്കാണ്ട് ഇവിടെ നമ്മൾ അക്വേറിയം ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അടുത്ത ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഡൗൺ ആയിട്ടുണ്ട് ചാനലിൽ. കിച്ചൺ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. കുഞ്ഞൊരു സ്റ്റോറും പറഞ്ഞു. കിച്ചനൊക്കെ ഞാൻ ഇതിൽ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, മുകളിൽ ഞാൻ അധികം കാണിച്ചില്ല. ഓക്കെ, കാണിച്ചാൽ കുഴപ്പമില്ലാതെ നല്ല അടിപൊളി. എന്താ പറയുക, അത്യാവശ്യം. പിന്നെ സെറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടായ സെറ്റ് എന്താ പറയുക, എൻ്റെ അനിയൻ്റെ റൂമാണ്. പിന്നെ കാർ ഓട്ട് വീൽസ് ഇവിടെ തൽക്കാലത്തിന് ഇങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. പിന്നെ എന്താ പറയുക, പിന്നെ സെറ്റാക്കാൻ സമയം ഇട്ടിട്ടുണ്ടായിട്ടാ. ഇവിടെ ആയിട്ട് എന്തെങ്കിലും കാറ് വെക്കാം, ഓട്ട് വീൽസും സ്കെയിൽ മോഡൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സെൽഫോ എന്തെങ്കിലും സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനില്ലേ അപ്പോൾ കിട്ടണം. പിന്നെ നമ്മൾ സ്പൈഡർമാനെ കൊണ്ടുവന്നു. ഒരു സ്പൈഡർമാൻ കയറിപ്പോയി, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറേ സാധനം സെറ്റ് ചെയ്യേണ്ടതാ. ഈ ഫോട്ടോസൊക്കെ എൻ്റെ പൊന്നോ, ഈ ഫോട്ടോസ് ഇവിടെ വെക്കണം. അതൊക്കെ ഒരു ടാസ്ക്കാണ്. ഒന്നും ഒതുങ്ങിയില്ല. കണ്ടില്ല, അലമാരൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. സ്പ്രേയിലും അതൊക്കെ ഓക്കെയാണ്, ഡ്രസ്സൊക്കെ ഓക്കെ. പക്ഷെ കുറച്ച് സാധനങ്ങൾ കണ്ട് ചെയ്യണം. ഇത് ഒരു എന്തുവാ, ഇവിടുന്ന് ബാത്റൂമിൽ പോവാം, ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പോവാം. പിന്നെന്താ പറയുക, ഇത് അമ്മേൻ്റെ അപ്പേൻ്റെ റൂമാണ് കേട്ടോ. നല്ല രസമുണ്ട്, AC ഒക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അത്ര ഭംഗിയുണ്ടായില്ല. റൂം സെറ്റാക്കി പോയി, എന്താ പറയുക, കിടക്കി എന്ന് പറയും. ഇത് കണ്ണാടി പോലെ ടോയ്ലറ്റ് കാണിച്ചാൽ വിശാലമായ ടോയ്ലറ്റാണ്. ഇത് കുറച്ച് വലിയ ടോയ്ലറ്റ് കേട്ടോ. ഈ റൂമിന് എത്ര ഉണ്ട് ഈ ടോയ്ലറ്റ്. അത്യാവശ്യം നല്ല റൂം, ബാത്റൂം. പിന്നെന്താ, കണ്ടില്ലേ, ഇതൊരു റൂമാണ്. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള റൂമാട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ട് വേറെ സെറ്റ്. ഇന്നലെ മഴ പെയ്തപ്പോൾ കാറ്റുകൊണ്ട് അടിച്ച് കയറിച്ച് സെറ്റ് ഫുള്ള് നനഞ്ഞ്. ശരിയായി, അത്യാവശ്യം നല്ല കുഴപ്പമില്ല. ടെറസൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ചെടി ഇങ്ങനെ സെറ്റാക്കാം. ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഒരു ഐഡിയ പറഞ്ഞു. ഓക്കെ, എന്താക്കണ്ട്, ഗാർഡൻ വെക്കണോ, സെറ്റാക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യും, അത്രയേ ഉള്ളൂ. എന്താ പറയുക, ഇവിടെ നമുക്ക് പുറത്തൊക്കെ നേരത്തെ നല്ല രസമായിരിക്കും തോന്നുന്നു. നോക്കാം നമുക്ക്. വേറെ കാര്യമുണ്ട്, നിങ്ങൾ പറയാത്ത വേറെ കാര്യം. നമ്മൾ കടയുടെ ബാക്കിലാട്ടോ. ഇത് നമ്മുടെ കടയാട്ടോ. ഇത് നമ്മൾ റൂമാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചാൽ കുറച്ചുണ്ട്. താഴെ വന്നിട്ട് പോയിട്ട്
ഒരിക്കലും നമ്മൾ ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയെന്ന് പറയാം. എനിക്കിപ്പോൾ വിശ്വാസം വരുന്നില്ല ഈ വീട്ടിൽ താമസിക്കുന്നത്. എന്താ പറയുക, ഇത്ര അടിപൊളി വീടാണ്, സൂപ്പർ. നമ്മൾ മുമ്പ് താമസിക്കാട്ടും അടിപൊളി വീട് സെറ്റാക്കണം. നമുക്ക് കാണിച്ചത് തന്നെയാണ്. ഒരുപാടുണ്ട് സെറ്റാക്കാനുള്ള, ഒരുപാടുണ്ട്. അമ്മയാണ് കുറേ സാധനങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. എന്തൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് മണിക്കൂട്ടിന് ഇവിടെ അടിപൊളി കൂടൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഡോണ്ട് മമ്മ എന്താ പറയാല്ലോ നമുക്ക്. അതാണ് നമ്മൾ ശരിക്കും കാണിച്ചില്ല വീട് കടേൻ്റെതാ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ അടുക്കള സൈഡ്. കണ്ടില്ലേ, ഫോക്കസ് ചെയ്ത് കാണിച്ചാ. ഇത് ഇവിടെ ജില്ലി ഇട്ടാ കേട്ടോ. ഇവിടെ ജില്ലി ഇട്ട് പിന്നെ ഇവിടെ സ്റ്റെപ്പ് വെച്ച് പിന്നെ എന്താ പറയുക, ഇതാണ് നമ്മൾ റൂം കേട്ടോ. നമ്മുടെ ഷോപ്പ് ഇവിടെ നമുക്ക് കയറാം. ഇവിടെ ഇപ്പോൾ കയറേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇവിടെ നമുക്ക് സെറ്റാക്കാം. ഇവിടെ അടുത്താണ്, ബാക്കിൽ തന്നെ നമ്മൾ വീടായതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വണ്ടി ചിലവും കുറയും, എല്ലാം സെറ്റാവും, കുഴപ്പമില്ല. കണ്ടില്ലേ, നമ്മൾ ഷോപ്പ് തന്നെ ഹൗസ് പ്രൊഡക്റ്റ് എന്താ പറയുക ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സെറ്റാക്കാനുണ്ട് അവിടെ വീട്ടിൽ തന്നെ ഒക്കെ ആക്കാനുണ്ട്. ഈ ബിൽഡിങ്ങിലാണ്. അവിടെ എത്ര അടുത്താണ് നമുക്ക്. ഇതാണ് നമ്മൾ വീട്. സ്കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, കാർ ഇവിടെ വെക്കാം നമുക്ക്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയില്ല, നമുക്ക് ദിവസം കയറി കാണിച്ചറിയാം. ഓക്കെ, ഷോർട്ട് വീഡിയോയും കാണിച്ചിരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ തുറക്കാം. പിന്നെ ക്യാമറ ഒക്കെ ഇവിടുന്ന്, പിന്നെ ഇവിടെ, പിന്നെ നമ്മൾ അയൽവാസി ഇതാണ് കേട്ടോ, അപ്പുറത്തുണ്ട് വീട്. ഉള്ളിൽ വെക്കാനില്ലാണ്. പിന്നെ നമ്മൾ ഓസ്കാർ ഇവിടെ ഉണ്ട്. ആൾ കുറച്ച് ക്ഷീണിതരനാണെന്ന് തോന്നുന്നു. ആൾ ഇത്ര വലിയ ഫ്രിഡ്ജിന് വെട്ടിയിട്ടുണ്ടായ ആൾ ഇത്ര ചെറിയ റൗണ്ടിൽ വന്നില്ല, അതുകൊണ്ട് ഒരു വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഗപ്പിനെല്ലാം കോൺട്രാക്ട് ഓൾറെഡി ഇല്ലതാട്ടോ. അപ്പോൾ കുറച്ചുകൂടി സ്റ്റോൺ മേടിക്കാൻ പ്ലാൻ ഉണ്ട്. നോക്കട്ടെ, ചിലവ് വാങ്ങുമ്പോൾ ഇതിങ്ങനെ വീടെടുത്തി നോക്കും. നോക്കാന്നില്ലല്ലോ. ഇതാട്ടോ നല്ല രസമില്ല ഇന്ത്യയുടെ വർക്കൊക്കെ ചെയ്തിട്ട് അടിപൊളിയാട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ പിന്നെ എടുക്കാം കേട്ടോ. സെറ്റാക്കി കഴിഞ്ഞ ഒരു മിനി വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വലിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.